വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. അതിനായി കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള സവാള, 15 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 3 പച്ചമുളക്, 1 തക്കാളിയുടെ പകുതി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ കനം കുറച്ച് കട്ട് ചെയ്ത സവാള, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നത് വരെ വഴറ്റാം. ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ചെറുതായി കട്ട് ചെയ്ത തക്കാളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് മസാലകളുടെ റോ ഫ്ലേവർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1.5 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. ശേഷം ക്ലീൻ ചെയ്ത ചിക്കൻ ചേർക്കാം. ഇനിയും മസാല ചിക്കനിൽ പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്ക് ചിക്കൻ വെന്ത് ചാറ് കുറുകി വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം മല്ലിയില, കറിവേപ്പില ചേർത്ത് കറി വാങ്ങാം. സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.